ഇസ്രാ വേളയിൽ പല അത്ഭുതകരമായ കാഴ്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അതുവരെ കണ്ടിട്ടില്ലാത്ത മസ്ജിദുൽ അഖ്സ കാണുവാനും അവിടെ എത്തി മറ്റുള്ള പ്രവാചകന്മാരോടൊപ്പം നമസ്കരിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഇസ്രാ നടത്തിയതെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ മിഅ്റാജ് കൊണ്ടുവരപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ കൈ പിടിച്ച് ഭൂമിയുടെ അടുത്ത ആകാശത്ത് ചെന്ന് അത് തുറക്കാൻ ആവശ്യപ്പെട്ടു. ഓരോ ആകാശത്തിലും എത്തുമ്പോൾ അവിടെയുള്ള കവാടങ്ങൾ തുറക്കാൻ കൽപ്പിക്കപ്പെടുകയും ആകാശ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്തു. പല നബിമാരെയും അവിടെ വെച്ചും തിരുദൂതർ കാണുകയുണ്ടായി. അങ്ങനെ ഒന്നാമത്തെ ആകാശത്തിൽ ഞാൻ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിൻ്റെ കാവൽക്കാരനായ മലക്കിനോട് പറഞ്ഞു, വാതിൽ തുറക്കൂ. അദ്ദേഹം ചോദിച്ചു, ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ജിബ്രീലാണ്. കാവൽക്കാരൻ മലക്ക് ചോദിച്ചു, താങ്കളോടൊപ്പം ആരെങ്കിലും ഉണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഉണ്ട്, എൻ്റെ കൂടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. മലക്ക് ചോദിച്ചു, അദ്ദേഹത്തിന് അനുവാദം അയക്കപ്പെട്ടിരുന്നോ? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അതെ. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ ഞങ്ങൾ ഒന്നാമത്തെ ആകാശത്തേക്ക് കയറി. അപ്പോഴതാ അവിടെ ഒരാൾ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലതുവശത്ത് മനുഷ്യരൂപങ്ങളുടെ സംഘങ്ങളുണ്ട്, ഇടതുവശത്തും മനുഷ്യരൂപങ്ങളുടെ സംഘങ്ങളുണ്ട്. വലതുവശത്തേക്ക് അദ്ദേഹം നോക്കുമ്പോൾ ചിരിക്കുന്നു, ഇടതുവശത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം കരയുന്നു. അദ്ദേഹം പറഞ്ഞു, സദൃഢനായ പ്രവാചകനും സദൃഢനായ പുത്രനും സ്വാഗതം. ഞാൻ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇതാരാണ്? ജിബ്രീൽ പറഞ്ഞു, ഇത് ആദമാണ്. വലതുവശത്തും ഇടതുവശത്തും കാണുന്ന ഈ മനുഷ്യരൂപങ്ങൾ അദ്ദേഹത്തിൻ്റെ സന്താനങ്ങളുടെ ആത്മാക്കളാണ്. അവരിൽ വലതുഭാഗത്തുള്ളവർ സ്വർഗാവകാശികളും ഇടതുഭാഗത്തുള്ളവർ നരകാവകാശികളുമാണ്. വലതുവശത്തേക്ക് അദ്ദേഹം നോക്കുമ്പോൾ അദ്ദേഹം ചിരിക്കും, ഇടതുവശത്തേക്ക് നോക്കിയാൽ കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്നു, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൂട്ടി രണ്ടാം ആകാശത്തേക്ക് കയറി നോക്കാൻ ആവശ്യപ്പെട്ടു. ആരാണത് എന്ന ചോദ്യമുണ്ടായപ്പോൾ ജിബ്രീൽ എന്ന് പറഞ്ഞു. ആരാണ് കൂടെ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് അനുവാദം അയക്കപ്പെട്ടിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നും പറഞ്ഞു. അപ്പോൾ പറയുകയുണ്ടായി, അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്. എന്നിട്ട് വാതിൽ തുറന്നു. ഞാൻ അകത്ത് പ്രവേശിച്ചപ്പോൾ അവിടെ യഹിയ നബി അലൈഹിസ്സലാമും ഈസാ നബി അലൈഹിസ്സലാമും ഉണ്ടായിരുന്നു. അവരിരുവരും മാതൃ സഹോദരി പുത്രന്മാരാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് നമ്രയായും ഈസായും. അവർക്ക് സലാം പറഞ്ഞാലും. ഞാൻ സലാം പറയുകയും അവർ മടക്കുകയും ചെയ്തു. പിന്നെ അവർ പറഞ്ഞു, ഉത്കൃഷ്ട സഹോദരനായ ഉത്കൃഷ്ട നബിക്ക് സ്വാഗതം. പിന്നെ എന്നെയും കൊണ്ട് ജിബ്രീൽ മൂന്നാം ആകാശത്തേക്ക് കയറി. വാതിൽ തുറക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ ചോദ്യമുണ്ടായി, ആരാണ്? ജിബ്രീൽ. ആരാണ് കൂടെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് അനുവാദം അയക്കപ്പെട്ടിരുന്നോ? അതെ. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ് എന്ന് പറഞ്ഞ് വാതിൽ തുറന്നു. ഞാൻ അകത്തെത്തിയപ്പോൾ അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാം ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് യൂസുഫ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് സലാം പറയൂ. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കിയിട്ട് പറഞ്ഞു, നല്ല നബിയായ നല്ല സഹോദരന് സ്വാഗതം. പിന്നെ ജിബ്രീൽ എന്നെയും കൂട്ടി നാലാം ആകാശത്തേക്ക് കയറുകയും കവാടം തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ എന്ന് പറഞ്ഞു. ആരാണ് കൂടെ എന്ന് ചോദിച്ചു. മുഹമ്മദ് എന്ന് മറുപടി നൽകി. അദ്ദേഹത്തിന് അനുവാദം അയക്കപ്പെട്ടിരുന്നോ എന്ന് ചോദിക്കുകയും അതെ എന്ന് മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്. കവാടം തുറക്കപ്പെട്ടു. അകത്ത് കടന്നപ്പോൾ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം. അകത്ത് കടന്നപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ഇദ്രീസ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് സലാം പറഞ്ഞാലും. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കുകയും ഉത്തമ നബിയായ ഉത്തമ സഹോദരന് സ്വാഗതം എന്ന് പറയുകയും ചെയ്തു. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ഞാനുമായി അഞ്ചാം ആകാശത്തേക്ക് കയറി. തുറക്കാൻ ആവശ്യപ്പെട്ടു. ആരാണത് എന്ന് ചോദിക്കുകയും ജിബ്രീൽ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ആരാണ് താങ്കളുടെ കൂടെ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിലേക്ക് അനുവാദം അയക്കപ്പെട്ടിരുന്നോ? അതെ എന്ന് മറുപടി അപ്പോൾ പറഞ്ഞു. അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്.
ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ഹാറൂൻ അലൈഹിസ്സലാം. അദ്ദേഹത്തിന് സലാം പറയൂ. ഞാൻ അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം അടക്കി. ഉത്തമ സഹോദരനായ ഉത്തമ നബിക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൂട്ടി 6-ാം ആകാശത്തേക്ക് കയറുകയും അത് തുറക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ആരാണ് എന്ന് ചോദ്യമുണ്ടായി. ജിബ്രീൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് താങ്കളുടെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് എന്നും പറഞ്ഞു. അദ്ദേഹത്തെ കൊള്ളെ അനുവാദം അയക്കപ്പെട്ടിരുന്നോ? അതെ. അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്. ഞാൻ അകത്തെത്തിയപ്പോൾ അവിടെ മൂസ നബി അലൈഹിസ്സലാമും ഉണ്ടായിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് മൂസ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന് സലാം ചൊല്ലിയാലും. ഞാൻ സലാം പറഞ്ഞു. അദ്ദേഹം മടക്കി. പിന്നെ ഉത്കൃഷ്ട നബിയായ ഉത്കൃഷ്ട സഹോദരന് സ്വാഗതം എന്ന് പറഞ്ഞു. മൂസ നബി അലൈഹിസ്സലാം കരയുന്നു. ഞാൻ കടന്നു പോയപ്പോൾ അദ്ദേഹം കരഞ്ഞു. താങ്കൾ കരയുന്നത് എന്തിന് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമുദായത്തിൽ നിന്ന് ഞാൻ സ്വർഗത്തിൽ കടത്തുന്നതിലേറെ ആളുകൾ എൻ്റെ ശേഷം നിയോഗിതനായ ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽ നിന്നും സ്വർഗത്തിൽ കടത്തും. അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത്. ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, അമ്പിയാക്കളുടെ മനസ്സിലുള്ള കാരുണ്യം മറ്റുള്ളവരുടേതിനേക്കാൾ അധികമാണ്. അതുകൊണ്ടാണ് മൂസ നബി അലൈഹിസ്സലാം തൻ്റെ ഉമ്മത്തിനോടുള്ള കാരുണ്യം നിമിത്തം കരഞ്ഞത്. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നെയും കൂട്ടി 7-ാം ആകാശത്തേക്ക് കയറി. കവാടം തുറക്കാൻ ജിബ്രീൽ അലൈഹിസ്സലാം ആവശ്യപ്പെട്ടു. ചോദ്യമുണ്ടായി, ആരാണത്? ജിബ്രീൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ആരാണ് താങ്കളുടെ കൂടെ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിലേക്ക് അനുവാദം അയക്കപ്പെട്ടിരുന്നോ എന്ന ചോദ്യത്തിന് അതെ എന്ന് മറുപടി നൽകി. അപ്പോൾ പറഞ്ഞു, അദ്ദേഹത്തിന് സ്വാഗതം. അവർ വന്നത് വളരെ നല്ല വരവ്. ഞാൻ അകത്ത് കടന്നപ്പോൾ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് താങ്കളുടെ പിതാവ്. അദ്ദേഹത്തിന് സലാം ചൊല്ലിയാലോ? അദ്ദേഹത്തിന് സലാം പറഞ്ഞു. അദ്ദേഹം സലാം അടക്കിയിട്ട് പറഞ്ഞു, ഉത്തമ നബിയായ ഉത്തമ പുത്രന് സ്വാഗതം. തുടർന്ന് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെയും കൊണ്ട് പിന്നെയും ആകാശത്തേക്ക് കയറി. അങ്ങനെ ആദം, യൂസുഫ്, ഇദ്രീസ്, യഹ്യ, ഈസ, മൂസ, ഇബ്രാഹിം അലൈഹിസ്സലാം മുതലായവരെയെല്ലാം ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. അവരുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചു. അവിടെ നിന്നും മുകളിലേക്ക് പോയി. അങ്ങനെ 7 ആകാശങ്ങൾക്കപ്പുറമുള്ള ബൈത്തുൽ മഅമൂറിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും സിദ്റത്തുൽ മുൻതഹായിലേക്ക് ഉയർത്തപ്പെട്ടു. അവിടെ വെച്ചുകൊണ്ട് 5 നേരത്തെ നമസ്കാരം ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹു നിർബന്ധമാക്കി നിശ്ചയിച്ചു കൊടുത്തു. നരകവും സ്വർഗവും കണ്ടു. അതിനുശേഷം ആകാശങ്ങളുടെ ഉന്നതികളിൽ നിന്നും ബൈത്തുൽ മുഖദ്ദസിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കൂടെ യാത്രയായി. അവിടെ നിന്നും ബുറാക്കിൽ കയറി മക്കയിലേക്ക് തിരിച്ചു പോന്നു. സുബ്ഹിയുടെ മുമ്പ് തന്നെ മക്കയിൽ എത്തിച്ചേരുകയും ചെയ്തു. മിഅ്റാജ് യാത്രയിലും പല അത്ഭുതകരമായ കാഴ്ചകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടു. ഇസ്രാ മിഅ്റാജ് സംഭവം ഹദീസുകളിൽ വിശദമായി വന്നിട്ടുണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് രാത്രിയിൽ സ്വർഗ കവാടത്തിൽ നിന്നു. അതിൽ പ്രവേശിക്കപ്പെട്ടിട്ടുള്ള ഭൂരിഭാഗവും നിർധനരായിരുന്നു. സമ്പന്നർ തടയപ്പെട്ടിരിക്കുകയാണ്. നരകവാസികൾക്ക് നരകത്തിലേക്ക് ഉത്തരവ് ലഭിക്കുന്നു. നരക കവാടത്തിലും ഞാൻ നിന്നു. അതിൽ പ്രവേശിച്ചിട്ടുള്ളത് ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. മിഅ്റാജിന്റെ സന്ദർഭത്തിൽ അള്ളാഹു ഈ ഉമ്മത്തിന് ആദ്യമായി നിർബന്ധമാക്കിയത് 50 നേരത്തെ നമസ്കാരമായിരുന്നു. അത് 5 ചുരുക്കപ്പെടുകയും ചെയ്തു. ഇബ്നു ഹസമും അനസ് ഇബ്നു മാലിക്കും പറയുന്നു, ആ സന്ദർഭത്തിൽ എൻ്റെ സമുദായത്തിന് 50 വഖ്ത് നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. അതുമായി ഞാൻ മടങ്ങിപ്പോന്നു. അങ്ങനെ മൂസ അലൈഹിസ്സലാമിൻ്റെ സമീപത്തു കൂടി നടന്നു പോന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, താങ്കളുടെ സമുദായത്തിന് എന്ത് കാര്യമാണ് അള്ളാഹു താങ്കൾ മുഖേന നിർബന്ധമാക്കി തന്നിട്ടുള്ളത്? ഞാൻ പറഞ്ഞു, 50 വഖ്ത് നിസ്കാരം. മൂസ നബി അലൈഹിസ്സലാം പറഞ്ഞു, താങ്കൾ താങ്കളുടെ നാഥനിലേക്ക് തിരിച്ചു പോവുക. താങ്കളുടെ സമുദായത്തിന് അത് നിർവഹിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ ഞാൻ തിരിച്ചുപോയി. അപ്പോൾ അതിൻ്റെ പകുതി ഒഴിവാക്കി തന്നു. പിന്നെ ഞാൻ മൂസ നബി അലൈഹിസ്സലാമിൻ്റെ അടുത്തേക്ക് നടന്നു. ഞാൻ പറഞ്ഞു, പകുതി ഒഴിവാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുക. താങ്കളുടെ സമുദായത്തിന് അത് നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ തിരിച്ചു ചെന്നു. അപ്പോഴെനിക്ക് പകുതി ഒഴിവാക്കി തന്നു. അതുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ മടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ നാഥനിലേക്ക് തിരിച്ചു പോവുക. താങ്കളുടെ സമുദായത്തിന് അത് നിർവഹിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഞാൻ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെന്നു.
അള്ളാഹു പറഞ്ഞു, ഇതാ നമസ്കാരം 5 വക്തായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. അത് 50ന്റെ സ്ഥാനത്താണ്. എൻ്റെ അടുക്കൽ വാക്കുകൾക്ക് മാറ്റപ്പെടുകയില്ല. പിന്നെയും മൂസാ നബിയുടെ അടുത്തേക്ക് ഞാൻ മടങ്ങിച്ചെന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുക. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എനിക്ക് എൻ്റെ നാഥൻ്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലാൻ ലജ്ജ തോന്നുകയാണ്. അത്ഭുതകരമായ കാഴ്ചകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ യാത്രയിൽ കാണുകയുണ്ടായി. 7 ആകാശങ്ങൾക്കപ്പുറമുള്ള ബൈത്തുൽ മഅ്മൂറിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞു തന്നു. 7 ആകാശങ്ങൾക്ക് മീതെ കഅബയുടെ നേരെ മുകളിലായിട്ടാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ആ ഭവനത്തിൽ ഓരോ നിമിഷത്തിലും പ്രവേശിക്കുന്ന മലക്കുകളുടെ സംഖ്യാധിക്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. മിഅ്റാജ് യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ശേഷം ബൈത്തുൽ മഅ്മൂറിലേക്ക് ഞാൻ ഉയർത്തപ്പെട്ടു. ഞാൻ ചോദിച്ചു, ഹേ ജിബ്രീൽ, ഇത് എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇത് ബൈത്തുൽ മഅ്മൂറാണ്. എല്ലാ ദിവസവും 70,000 മലക്കുകൾ അതിൽ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു. അതിൽ നിന്നും അവർ പുറത്തു പോയാൽ പിന്നീട് ഒരിക്കലും അതിലേക്ക് മടങ്ങി വരുന്നതല്ല. ഇത് എല്ലാ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു. ഖുർആനിൽ പരാമർശിച്ചിട്ടുള്ള സിദ്റത്തുൽ മുൻതഹ എന്ന അത്ഭുതകരമായ വൃക്ഷത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. അതിൽ തൂങ്ങിക്കിടക്കുന്ന അതിൻ്റെ ഫലങ്ങൾ വലിയ മൺഭരണി പോലെയും അതിൻ്റെ ഇലകൾ ആനയുടെ ചെവികൾ പോലെയുമാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ സ്വർഗ നദിയായ അൽ കൗഥറിനെയും പറ്റിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നു. അന്നത്തെ യാത്രയെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് വിവരിച്ചു കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, നബിയെ, നിങ്ങൾ അള്ളാഹുവിനെ കാണുകയുണ്ടായോ? പ്രകാശം. ആ പ്രകാശത്തെ ഞാൻ എങ്ങനെ കാണും എന്നായിരുന്നു മറുപടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ കണ്ടിട്ടില്ലെന്നാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അള്ളാഹുവിനെ ഈ ലോകത്തിൽ നിന്നും ഒരാൾക്കും കാണാൻ സാധ്യമല്ല. നാളെ സ്വർഗത്തിൽ വെച്ച് മാത്രമാണ് അള്ളാഹുവിനെ കാണാൻ സാധിക്കുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീലിനെ സ്വരൂപത്തിൽ 2 തവണയാണ് കണ്ടിട്ടുള്ളത്. അതിൽ ഒന്ന് ആ സന്ദർഭത്തിലായിരുന്നു. ചില ശിക്ഷകളും ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണിക്കപ്പെടുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണുക. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മിഅ്റാജ് രാവിൽ ഞാൻ ചെമ്പിൻ്റെ നഖങ്ങളാൽ നെഞ്ചും മുഖവും മാതുന്ന ഒരു കൂട്ടം ആളുകൾക്കരികിലൂടെ കടന്നുപോയി. ഞാൻ ചോദിച്ചു, ജിബ്രീലേ, ആരാണിവർ? അദ്ദേഹം പറഞ്ഞു, ജനങ്ങളുടെ മാംസം തിന്നുകയും അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുകയും ചെയ്തവരാണവർ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ അവിടെ ഏതാനും സ്ത്രീകളുണ്ട്. അവരിൽ ചിലരെ മാറുകളോട് കൂടിയും ചിലർ കാലുകളോട് കൂടിയും ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. അവർ അള്ളാഹുവിനോട് രക്ഷപ്പെടാൻ വേണ്ടി അട്ടഹസിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, അവർ വ്യഭിചരിക്കുകയും സ്വന്തം കുട്ടികളെ കൊല്ലുകയും ചെയ്ത സ്ത്രീകളാണ്. ഒരു വിഭാഗം ആളുകളെ കണ്ടു. അവരുടെ ശരീരങ്ങളിലുള്ള മാംസങ്ങൾ മുറിച്ചെടുക്കപ്പെടുകയും അതിനെ അവർക്ക് തന്നെ ഭക്ഷിക്കാൻ കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവരിൽ ഒരാളോട് പറയപ്പെട്ടു, നീ നിന്റെ സഹോദരൻ്റെ മാംസം ഭക്ഷിച്ചിരുന്നത് പോലെ ഈ മാംസവും തിന്നുക. അവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം മറുപടി പറഞ്ഞു, ജനങ്ങളെ കുറവായി കാണുന്നവരും കുറ്റം പറയുന്നവരുമാണവർ. യാത്ര കഴിഞ്ഞു. പ്രഭാതമാകുന്നതിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചെത്തി. നേരം പുലർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ സമീപത്തുള്ള ഹിജറിൽ ഇരുന്ന് യാത്ര വിവരണം നടത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർക്ക് ഈ സംഭവത്തിലൂടെ വിശ്വാസത്തിൽ ഉറപ്പുണ്ടാക്കുകയും ചെയ്തു. ഇമാം ഇബ്നു ഹജർ അസ്കലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചു കീറി ഹൃദയം പുറത്തെടുത്ത സംഭവം മുതലുള്ള എല്ലാ കാര്യങ്ങളും അസാധാരണ സംഭവങ്ങളും അത് അംഗീകരിക്കൽ നിർബന്ധവുമാണ്. അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റം വരുത്താതെ അംഗീകരിക്കേണ്ടതും അത് അവൻ്റെ ശക്തി മാഹാത്മ്യത്തിന് വിധേയമാണെന്നും വിശ്വസിക്കേണ്ടതുമാണ്. മിഅ്റാജിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തു അൻ നജ്മിൻ്റെ 13 മുതൽ 18 വചനങ്ങളിലാണ് അള്ളാഹു പരാമർശിച്ചിട്ടുള്ളത്.